തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി നിരന്തരം ബന്ധപ്പെടാറുണ്ടെന്ന് സമ്മതിച്ച പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി ബിബിസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് തീവ്രവാദ ബന്ധം ഖുറേഷിക്ക് സമ്മതിക്കേണ്ടി വന്നത്. ആരാണ് ജെയ്ഷെ മുഹമ്മദുമായി സംസാരിക്കാറുള്ളതെന്ന ചോദ്യത്തിന് മറുപടി പറയാനാകാതെ ഖുറേഷി പുൽവാമ സ്ഫോടനത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് അല്ലെന്നും ഖുറേഷി ന്യായീകരിച്ചു. അതേസമയം പാകിസ്ഥാനുമായി ചർച്ചയില്ലെന്ന് ഇന്ത്യ വീണ്ടും വ്യക്തമാക്കി. തള്ളിക്കളഞ്ഞു. സ്ഫോടനം നടത്തിയിട്ടില്ലെന്ന് തീവ്രവാദ സംഘടനാ നേതൃത്വം പറഞ്ഞിട്ടുണ്ടെന്ന് പാക് വിദേശകാര്യമന്ത്രി അവകാശപ്പെട്ടു. There's confusion on that. Where's the confusion? The confusion is that the leadership when contacted they said no. ജെയ്ഷെ മുഹമ്മദിന്റെ നേതൃനിരയുമായി ബന്ധമുണ്ടെന്ന് അബദ്ധത്തിൽ സമ്മതിച്ചതോടെ പാക് വിദേശകാര്യമന്ത്രി കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ശ്രമിച്ചു. ഏത് തീവ്രവാദിയുമായാണ് സംസാരിച്ചതെന്ന ചോദ്യത്തിനും ഖുറേഷിക്ക് കൃത്യമായ മറുപടി നൽകാനായില്ല. So who's contacted the leadership of Jaish e Mohammed in Pakistan? They're people who are known to them. And they've said that we weren't responsible. They claim no responsibility. തീവ്രവാദികളെ സഹായിക്കുകയാണ് പാകിസ്ഥാൻ എന്ന ഇന്ത്യൻ വാദത്തിന് ബലം നൽകുന്നതാണ് ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ നിലപാട്. ജെയ്ഷെ മുഹമ്മദാണ് പുൽവാമ സ്ഫോടനത്തിന് പിന്നിലെന്ന് വ്യക്തമാക്കി ഐക്യരാഷ്ട്ര സംഘടന പ്രമേയം പാസാക്കിയതും പാകിസ്ഥാൻ കാര്യമാക്കുന്നില്ല. സ്വന്തം മണ്ണിലെ തീവ്രവാദ വിഭാഗങ്ങൾക്കെതിരെ നടപടിയെടുത്താൽ മാത്രമേ പാക്കുമായി ചർച്ചയുള്ളൂവെന്ന് ഇന്ത്യ വീണ്ടും ആവർത്തിച്ചു. ചർച്ചയാകാമെന്ന ഇമ്രാൻഖാൻ നിലപാട് ഇന്ത്യ തള്ളി. മധ്യസ്ഥ ചർച്ചയെന്ന ആവശ്യവും ഇന്ത്യ അംഗീകരിക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രങ്ങൾ തകർന്നു വീണതിന് തെളിവുണ്ടെന്ന് സൈന്യം. ബലാക്കോട്ടിൽ ജെയ്ഷെ മുഹമ്മദിന്റെ 4 കെട്ടിടങ്ങൾ തകർന്നു. റഡാർ ദൃശ്യങ്ങൾ സൈന്യത്തിന്റെ പക്കലുണ്ട്. അതേസമയം വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദ് വർദ്ധമാനെ ആരോഗ്യ പരിശോധനയ്ക്കായി ദില്ലിയിലെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ തീവ്രവാദ ക്യാമ്പായ ബലാക്കോട്ടിൽ വലിയ നാശനഷ്ടങ്ങൾ വ്യോമാക്രമണത്തിലൂടെ ഉണ്ടായി. കൃത്യമായ പ്ലാനിങ്ങോടെ നടപ്പിലാക്കിയ ആക്രമണത്തിൽ കെട്ടിടങ്ങൾ തകരുന്നതിന്റെ റഡാർ ദൃശ്യങ്ങൾ കയ്യിലുണ്ടെന്ന് സൈനിക കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തി. 4 കെട്ടിടം ബലാക്കോട്ടിൽ ഉണ്ടായിരുന്നു. മസൂദ് അസ്ഹറിന്റെ സഹോദരൻ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസ്, എൽ ഷേപ്പുള്ള മറ്റൊരു കെട്ടിടം, തീവ്രവാദ പരിശീലനത്തിനായി എത്തുന്നവർക്കും പരിശീലനം പൂർത്തിയായവർക്കും താമസിക്കാൻ 2 കെട്ടിടങ്ങൾ എന്നിവയാണ് ആകെ ഉണ്ടായിരുന്നത്. ഇതെല്ലാം ഇന്ത്യൻ വ്യോമസേന തകർത്തു. സാറ്റലൈറ്റ് ചിത്രങ്ങൾ സൈന്യം ശേഖരിച്ചു വരികയാണ്. നിലവിൽ സൈന്യത്തിന്റെ സിന്തറ്റിക് അപ്രേച്ച് റഡാറിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൈവശമുണ്ടെന്നും ആവശ്യമായ സമയത്ത് പരസ്യപ്പെടുത്തുമെന്നും സൈനിക കേന്ദ്രങ്ങൾ അറിയിച്ചു. ആക്രമണത്തിന് മിറാഷ് വിമാനത്തിൽ ഇസ്രായേലി മിസൈലായ S-2000 ആണ് ഉപയോഗിച്ചത്. ജാമർ പ്രതിരോധങ്ങളെ തകർത്ത് ലക്ഷ്യസ്ഥാനത്തെത്താൻ പ്രത്യേക വൈദഗ്ധ്യമുള്ള ഇസ്രായേലി മിസൈൽ ഭൂമിക്കുള്ളിൽ എത്തിയ ശേഷമാണ് പൊട്ടിത്തെറിക്കുക. ഇതുവഴി ഭൂമി താഴ്ന്നു പോകും. ബലാക്കോട്ടിൽ അതാണ് സംഭവിച്ചത്. ഇന്ത്യൻ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ സൈന്യം സ്ഥലം സീൽ ചെയ്തത് സംശയമുണ്ടാക്കുന്നു. മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കുമെന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് ആ നിലപാടിൽ നിന്ന് പിന്നോട്ടു പോയി. അതേസമയം പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിച്ച വിംഗ് കമാൻഡർ അഭിനന്ദ് വർദ്ധമാനെ ദില്ലിയിലെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യ പരിശോധന നടത്തുമെന്ന് സൈന്യം നേരത്തെ അറിയിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അഭിനന്ദ് വർദ്ധമാനെ വിട്ടയച്ചതിനു ശേഷം അതിർത്തിയിൽ സംഘർഷം തുടരുകയാണ്. പാകിസ്ഥാൻ പലതവണ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ജനവാസ മേഖലകളിലേക്കും പാകിസ്ഥാൻ തുടർച്ചയായി ആക്രമണം നടത്തുകയാണ്. പുഞ്ചിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 3 പേർ കൊല്ലപ്പെട്ടു. പുൽവാമയ്ക്കടുത്ത് ത്രാലിലുണ്ടായ സ്ഫോടനത്തിൽ ഒരു നാട്ടുകാരന് പരിക്കേറ്റു. ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾ കൂടാതെ ജനവാസ മേഖലയിലേക്ക് കൂടി ആക്രമണം നടത്തുകയാണ് പാകിസ്ഥാൻ. അഭിനന്ദനെ വിട്ടയച്ചതിന് പിന്നാലെയും വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് പാകിസ്ഥാൻ തുടർന്നു. പൂഞ്ച് ജില്ലയിലെ സലോത്രിയിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 2 കുട്ടികൾ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. പൂഞ്ച് ജില്ലയിലെ തന്നെ മാൻകോട്ട് മേഖലയിലും പാക് വെടിവയ്പുണ്ടായി. പ്രദേശവാസിയായ യുവതിക്ക് പരുക്കേറ്റു. പ്രദേശത്ത് തുടർച്ചയായ 8ാം ദിവസമാണ് വെടിവയ്പുണ്ടാകുന്നത്. പുൽവാമയ്ക്കടുത്ത് ത്രാലിൽ ഭീകരർ സുരക്ഷാ സേനയുടെ വാഹനം ലക്ഷ്യമാക്കി സ്ഫോടനം നടത്തി. ഒരു നാട്ടുകാരന് സംഭവത്തിൽ പരുക്കേറ്റിട്ടുണ്ട്. പൂഞ്ച് ജില്ലയിലെ കൃഷ്ണഘട്ടി, ബാലാക്കോട്ട് പ്രദേശങ്ങളിലും പാക് പ്രകോപനം തുടരുകയാണ്. തുടർച്ചയായ ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിൽ അതിർത്തി ജില്ലകളായ രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് പലരും വീടൊഴിഞ്ഞു പോകുകയാണ്. പുൽവാമ സംഭവത്തിന് ശേഷം മാത്രം 40ലേറെ തവണ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. അതേസമയം ഹിമാചലിലെ അവലാഞ്ചിൽ മഞ്ഞിൽ കുടുങ്ങിയ 5 സൈനികരിൽ ഒരാളുടെ മൃതദേഹം തെരച്ചിലിനിടെ കണ്ടെത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി.
തൃശൂർ നഗരത്തെ ചെങ്കടലാക്കി LDFന്റെ കേരള സംരക്ഷണ യാത്രകൾക്ക് അല്പസമയത്തിനുള്ളിൽ സമാപനമാകും. കോടിയേരി നയിക്കുന്ന തെക്കൻ ജാഥയും കാനം നയിക്കുന്ന വടക്കൻ ജാഥയും തൃശൂരിൽ സംഗമിക്കും. പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ 1 ലക്ഷം പേർ പങ്കെടുക്കും. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, 1 ലക്ഷം പേർ പങ്കെടുക്കും സമാപന സമ്മേളനത്തിൽ. അക്ഷരാർത്ഥത്തിൽ ചെങ്കടലാവുകയാണോ തൃശൂർ നഗരം? ഇരു റാലികളും തൃശൂരിലേക്ക് സംഗമിക്കുന്ന അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണോ പ്രവർത്തകർ? മനു, വലിയ ആവേശത്തിലാണ് തൃശൂർ ജില്ലയിലെ LDF പ്രവർത്തകർ. കാരണം 2 ജാഥകൾ, മുന്നണിയിലെ 2 പ്രധാന നേതാക്കൾ നയിച്ച 2 ജാഥകൾ ഇന്ന് ഇവിടെ സംഗമിച്ച് സമാപിക്കുകയാണ്. മാത്രമല്ല, അതിൻ്റെ ഒരു ആവേശമുണ്ട്. തെരഞ്ഞെടുപ്പ് ആസന്നമായ ഒരു പശ്ചാത്തലത്തിൽ വലിയ ആവേശത്തോടെ ഇടതുമുന്നണി പ്രവർത്തകരുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രി തന്നെയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് കൂടി വലിയ ആവേശത്തോടെ ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. മനു സൂചിപ്പിച്ചതുപോലെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രകടനം ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഈ തൃശ്ശൂർ നഗരത്തിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്രീകരിച്ച ഒരു പ്രകടനമില്ലാതെ തന്നെ ചെറു പ്രകടനങ്ങളായി ഇവിടെ മൈതാനത്തേക്ക് എത്തിച്ചേരാനാണ് മുന്നണി നേതൃത്വം പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്തരം ചെറു പ്രകടനങ്ങൾ നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജാഥകൾ ഇതുവരെ നഗരത്തിൽ എത്തിയിട്ടില്ല. വടക്കൻ മേഖലാ ജാഥ, കാനം നയിച്ച വടക്കൻ മേഖലാ ജാഥ തൃശ്ശൂർ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി വരുന്നു. ഏതായാലും തെക്കൻ മേഖലാ ജാഥ കോടിയേരി ബാലകൃഷ്ണൻ നയിച്ച തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് എറണാകുളം ജില്ലയിൽ വരെ പര്യടനം നടത്തി തൃശ്ശൂരിലേക്ക് പ്രവേശിച്ച തെക്കൻ മേഖലാ ജാഥ ഇന്നലെ തന്നെ എറണാകുളം ജില്ല പൂർത്തിയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തൃശ്ശൂർ ജില്ലയിൽ തെക്കൻ മേഖലാ ജാഥയ്ക്ക് കാര്യമായ പര്യടന പരിപാടികളില്ല, സമാപന പരിപാടി മാത്രമേ ഉള്ളൂ. ഏതായാലും അല്പസമയത്തിനകം തന്നെ പ്രധാന നേതാക്കളൊക്കെ എത്തിച്ചേരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും സമകാലിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ, സാഹചര്യത്തിൽ വലിയ ആവേശത്തോട് വലിയ പ്രാധാന്യത്തോടും കൂടിയാണ് മുന്നണി ഈ പരിപാടിയെ കാണുന്നത് എന്നുള്ളത് ഉറപ്പാണ്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നൊരുക്കം എന്ന നിലയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന പൊതു രാഷ്ട്രീയം ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരം 2 ജാഥകൾ കേരളത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തി ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. 2 ജാഥകൾ, ഒന്ന് ഫെബ്രുവരി 14 തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച ഒരു ജാഥയും ഫെബ്രുവരി 16 കാസർഗോഡ് നിന്ന് ആരംഭിച്ച വടക്കൻ മേഖലാ ജാഥയുമാണ് ഇന്നിവിടെ സംഗമിക്കുന്നത്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ആവേശത്തിലാണ് തൃശ്ശൂരിലെ ഇടതുമുന്നണി പ്രവർത്തകർ. ആയിരക്കണക്കിന് പ്രവർത്തകർ ഇതിനകം തന്നെ മൈതാനിയിൽ എത്തിയിട്ടുണ്ട്. ഇനിയും ചെറു പ്രകടനങ്ങളായി വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ വലിയ ആവേശത്തോടു കൂടി തന്നെ ഈ പരിപാടി, ഈ സമാപന സംഗമ പരിപാടി വലിയ ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് മുന്നണി പ്രവർത്തകരും നേതാക്കളും. അതുകൊണ്ട് തന്നെ 2 ജാഥകളും അല്പസമയത്തിനകം തന്നെ ഇവിടെ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വേദിയിൽ സമാപന സമ്മേളനം ആരംഭിക്കും. ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. സാലി, അതായത് 2 ജാഥകളും രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ സൃഷ്ടിച്ച ആ ചലനങ്ങളെല്ലാം പ്രതിഫലിക്കുന്ന ഒരു സമാപനമാണോ LDF തൃശ്ശൂരിൽ ഒരുക്കിയിരിക്കുന്നത്? അതിന്റെ ഒരു ദൃശ്യങ്ങളാണോ നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്? മനു, തീർച്ചയായും ഏതാണ്ട് 1 ലക്ഷത്തിലധികം മുന്നണി പ്രവർത്തകർ അണിനിരക്കുന്ന ഒരു വലിയ റാലി, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രകടനം ഒഴിവാക്കിക്കൊണ്ട് ഒരു വലിയ റാലി സംഗമിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ആളുകൾ ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ആവേശവും പ്രചരണത്തിൻ്റെ തുടക്കം എന്ന നിലയിൽ അതിൻ്റെ ഒരു ആവേശം എല്ലാ പ്രവർത്തകരും ഏറ്റെടുക്കുന്നുണ്ട്. കാരണം ജാഥയുടെ ഏറ്റവും വലിയ മുദ്രാവാക്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിലൊന്ന് കേന്ദ്ര സർക്കാരിനെതിരെ BJPക്കെതിരെ ഉള്ളതായിരുന്നു. രാജ്യത്തെ രക്ഷിക്കാൻ BJPയെ പുറത്താക്കൂ, കേന്ദ്രത്തിലെ മോഡി സർക്കാരിനെ പുറത്താക്കൂ എന്നുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ, അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടി സാധാരണ ജനങ്ങളിലേക്ക് അതിൻ്റെ സന്ദേശം എത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യം. ആ അർത്ഥത്തിൽ ഈ ജാഥ വിജയിച്ച് തന്നെയാണ് കടന്നു വന്നത്. കാരണം ജാഥയ്ക്കൊപ്പം നമ്മൾ സഞ്ചരിച്ച പല ദിവസങ്ങളിലും കാണാൻ കഴിഞ്ഞത് ആയിരക്കണക്കിന്, 10,000-കണക്കിന് ജനങ്ങൾ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലേക്കും ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെയാണ്. വിശേഷിച്ചും സ്ത്രീകൾ അടക്കമുള്ള വലിയ ജനാവലി ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും എത്തി. എടുത്തു പറയേണ്ട കാര്യം, ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ തോതിൽ ബാധിക്കും എന്ന് പറഞ്ഞ ചില തെക്കൻ ജില്ലകളിലൂടെ ജാഥ കടന്നു വന്നപ്പോൾ, കോടിയേരി നയിച്ച ആ തെക്കൻ മേഖല ജാഥ കടന്നു വന്നപ്പോൾ നമ്മൾ കണ്ടത് വലിയ തോതിലുള്ള സ്ത്രീ പങ്കാളിത്തമായിരുന്നു. അതായത് പ്രചരണങ്ങൾക്കും അത്തരം ആക്ഷേപങ്ങൾക്കും ഒക്കെ അപ്പുറമാണ് ഇത്തരം വിഷയങ്ങളെ സാധാരണ ജനസമൂഹം കാണുന്നത് എന്ന് തെളിയിക്കുന്നതായിരുന്നു നമ്മൾ ഈ ജാഥയ്ക്കൊപ്പം സഞ്ചരിച്ചപ്പോൾ കണ്ട ദൃശ്യങ്ങളൊക്കെയും. വലിയ തോതിൽ സ്ത്രീകൾ ഈ ജാഥയിൽ പങ്കാളികളാകുന്നു. ഒപ്പം തന്നെ
ഈ ജാഥയിൽ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ കേൾക്കാനും ആ പ്രസംഗങ്ങൾ ശ്രവിക്കാനും ഒക്കെ സ്ത്രീകളടക്കം വലിയ ജനാവലി തന്നെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും എത്തി എന്നുള്ളതാണ്. സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും ഈ ജാഥ കടന്നു വന്നിട്ടുണ്ട്. എല്ലായിടത്തും സ്വീകരണവും നൽകിയിട്ടുണ്ട്. തെക്കൻ മേഖലാ ജാഥ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലും, വടക്കൻ മേഖലാ ജാഥ കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള 7 ജില്ലകളിലുമാണ് പര്യടനം നടത്തിയത്. തെക്കൻ മേഖലാ ജാഥ നയിച്ചത് കോടിയേരിയും വടക്കൻ മേഖലാ ജാഥ നയിച്ചത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമാണ്. അതുകൊണ്ട് തന്നെ മുന്നണിയിലെ 2 പ്രമുഖമായ കക്ഷികളുടെ 2 പ്രമുഖമായ നേതാക്കൾ നയിക്കുന്ന 2 ജാഥകൾ, അതിൽ ജാഥയുടെ സ്ഥിരാംഗങ്ങളായി എല്ലാ ഘടകകക്ഷികളുടെ ഏതാണ്ട് 10 ഘടകകക്ഷികളുടെ അംഗങ്ങൾ ജാഥയിൽ സ്ഥിരാംഗങ്ങളായിട്ട് 2 ജാഥകളിലും ഉണ്ടായിരുന്നു. ഈ ജാഥയിലെ സ്ഥിരാംഗങ്ങളാണ് ജാഥയുടെ രാഷ്ട്രീയം ജനങ്ങളോട് പറഞ്ഞത്. ആ പറയുന്ന രാഷ്ട്രീയം കേൾക്കാനും അതിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കാനും ഇപ്പോഴും സദാ സന്നദ്ധമാണ് കേരളത്തിലെ പൊതുസമൂഹം എന്ന് തെളിയിക്കുന്നതായിരുന്നു ഓരോ സ്വീകരണ കേന്ദ്രത്തിലും ഒഴുകിയെത്തിയ 10,000-കണക്കിന് ജനക്കൂട്ടം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സമാനമായ ദൃശ്യം തന്നെയാണ് മനു സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇവിടെ ഈ തൃശ്ശൂർ തെക്കിൻകാട് മൈതാനിയിലും കാണാൻ കഴിയുന്നത്. ഇനിയും ഏതാണ്ട് 1 മണിക്കൂറുണ്ട് ജാഥ ഇവിടെ എത്തിച്ചേരാൻ, സമാപന സമ്മേളനം ആരംഭിക്കാൻ. അതുകൊണ്ട് എങ്കിൽ പോലും വലിയ കടുത്ത വേനലും ചൂടും അവഗണിച്ചുകൊണ്ട് 100-കണക്കിന് 1000-കണക്കിന് ആളുകൾ ഇപ്പോഴും കസേരകളിൽ ഇടം പിടിച്ചിരിക്കുന്നു. അതിനർത്ഥം നമ്മൾ ഈ ജാഥയിൽ കണ്ട കാഴ്ചയുടെ ഒരു ആവർത്തനം തന്നെ, അതിൻ്റെ വലിയൊരു മടങ്ങ്, ജില്ല കേന്ദ്രീകരിച്ചുള്ള ഒരു സംഗമം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വലിയൊരു മടങ്ങ് ജനക്കൂട്ടം ഇവിടെ എത്തിച്ചേരും എന്ന കാര്യത്തിൽ തർക്കമില്ല. വിശേഷിച്ചും മുഖ്യമന്ത്രിയാണ് ഈ ജാഥ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആവേശവും സാധാരണ ഇടതുമുന്നണി പ്രവർത്തകർക്കിടയിലുണ്ട്. രാഷ്ട്രീയ നിലപാടുകൾ ഇടതുമുന്നണിക്കൊപ്പം പ്രവർത്തന പരിപാടികളിൽ ഒന്നും പങ്കെടുക്കാത്ത സാധാരണ ജനക്കൂട്ടവും ഇവിടെ ഉണ്ട്, സാധാരണക്കാരും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ കാര്യം. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം ഉയർന്നു വന്നിരിക്കുന്ന ഒരു പൊതു രാഷ്ട്രീയ ചിത്രമുണ്ട്. ആ രാഷ്ട്രീയ ചിത്രത്തിൽ ഭാഗഭാക്കാവുക എന്നുള്ളത് തന്നെയാണ് ഈ ജനസമൂഹത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പൊതുസമൂഹം വലിയ ആവേശത്തോടെ ഈ ജാഥയെ വരവേറ്റു. ഇപ്പോൾ ഇതിൻ്റെ സമാപനം നടക്കാൻ പോകുമ്പോഴും വലിയ ആവേശത്തോടു കൂടി അതിൻ്റെ സംഗമവും സമാപന പരിപാടിയും കാണാനും കേൾക്കാനും അതിൽ ഭാഗഭാക്കാകാനും എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച. ശരി സാർ, ഈ സാരിയിലേക്ക് പിന്നീട് എത്താം. ഏതായാലും തൃശൂർ നഗരം അക്ഷരാർത്ഥത്തിൽ ചെങ്കടലായിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലുള്ള ജനക്കൂട്ടമാണ് കേരള സംരക്ഷണ ജാഥകളുടെ സമാപനത്തിനായി തൃശൂരിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ഏതായാലും ഏകദേശം 1 മണിക്കൂറിനോളം കഴിയും ജാഥകൾ ഈ സ്വരാജ് റൗണ്ടിലെ തേക്കിൻകാട് മൈതാനത്തേക്ക്, സമാപന സമ്മേളനം നടക്കുന്ന മൈതാനത്തേക്ക് എത്താൻ. ഇപ്പോൾ തന്നെ എങ്കിൽ പോലും ചെറു പ്രകടനങ്ങളായി ഇപ്പോൾ തന്നെ പ്രവർത്തകർ വലിയ തോതിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1,00,000 പ്രവർത്തകരിലധികം ആളുകളെ അവിടെ LDF സംഘാടകർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ അതിന്റെ ഇരട്ടിയിലധികം ആളുകൾ എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ദില്ലിയിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യമില്ല. 6 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. AAP സഖ്യവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ എതിർത്തും അനുകൂലിച്ചും അഭിപ്രായം നിലനിൽക്കെയാണ് കോൺഗ്രസ് തീരുമാനത്തിന് കാത്തുനിൽക്കാതെ AAP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇരു പാർട്ടികളും സഖ്യമില്ലാതെ മത്സരിക്കുന്നത് BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാനുള്ള സാധ്യതകൾക്ക് വഴിയൊരുക്കും. AAP സഖ്യത്തിന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും 2 തട്ടിൽ നിൽക്കവെയാണ് കോൺഗ്രസ് തീരുമാനത്തിന് കാത്തു നിൽക്കാതെ ആം ആദ്മി പാർട്ടി ദില്ലിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. വെസ്റ്റ് ഡൽഹി ഒഴികെയുള്ള 6 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. മണ്ഡലത്തിന്റെ പാർട്ടി ചുമതലയുണ്ടായിരുന്ന നേതാക്കൾ തന്നെയാണ് സ്ഥാനാർത്ഥികൾ. ആം ആദ്മി പാർട്ടി കൺവീനറും ദില്ലി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസുമായി സഖ്യത്തിന് താൽപര്യമറിയിച്ചിരുന്നു. മമതാ ബാനർജി, ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ളവരും സഖ്യം വേണമെന്ന് കോൺഗ്രസിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. BJPക്കെതിരായി അരവിന്ദ് കെജ്രിവാൾ സംഘടിപ്പിച്ച റാലിയിലും കോൺഗ്രസ് എത്തിയതോടെ സഖ്യമുണ്ടാകുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ സഖ്യത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസം മൂലം തീരുമാനം വൈകി. കോൺഗ്രസിനെ മുഖ്യശത്രുവായി രൂപീകരിച്ച ആം ആദ്മിയുമായി സഖ്യം വേണ്ടെന്നും 4 സീറ്റുകൾ ലഭിച്ചാൽ സഖ്യമാകാമെന്നും കോൺഗ്രസിൽ അഭിപ്രായങ്ങളുണ്ടായി. കഴിഞ്ഞ ദിവസം PCC യോഗത്തിന് ശേഷം സഖ്യസാധ്യതകൾ അവസാനിച്ചെന്നുള്ള സൂചനകൾ PCC അധ്യക്ഷ ഷീല ദീക്ഷിത് നൽകിയിരുന്നു. ഇതോടെയാണ് കോൺഗ്രസ് തീരുമാനത്തിന് കാത്തുനിൽക്കാതെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സംസ്ഥാനത്ത് 7 സീറ്റുകളും തൂത്തുവാരിയിരുന്നു. സഖ്യമുണ്ടായാൽ BJPക്ക് വലിയ വെല്ലുവിളിയാകുമായിരുന്നു. ത്രികോണ മത്സരം വരുന്നതോടെ BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുമെന്നുറപ്പായി. ഇതോടെ ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കൊപ്പം ദില്ലിയിലും കോൺഗ്രസിന് തനിച്ച് മത്സരിക്കേണ്ടി വരുമെന്ന് ഉറപ്പായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. 6 ലോക്സഭാ സീറ്റുകൾ മാത്രമുള്ള ചെറിയ സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് ഇന്ത്യ പാക് അതിർത്തി സംസ്ഥാനമായ ജമ്മു കാശ്മീർ ആയിരിക്കും. പുൽവാമ സ്ഫോടനവും വിഘടനവാദവും
രാജ്യത്തിന്റെ തെക്കേയറ്റമായ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും രാഷ്ട്രീയത്തിൽ പോലും സ്വാധീനമുണ്ടാക്കും. നാഷണൽ കോൺഫറൻസും PDPയുമാണ് ജമ്മുകാശ്മീരിൽ പരസ്പരം ഏറ്റുമുട്ടുന്നതെങ്കിലും ത്രികോണ മത്സര പ്രതീതി സൃഷ്ടിച്ച BJPയും സജീവമാണ്. ബാരാമുള്ള, ശ്രീനഗർ, അനന്ത്നാഗ്, ലഡാക്ക്, ഉധംപൂർ, ജമ്മു എന്നിവയാണ് ജമ്മുകാശ്മീരിലെ ലോക്സഭാ മണ്ഡലങ്ങൾ. പാകിസ്ഥാനുമായുള്ള തർക്കത്തിലെ കേന്ദ്രബിന്ദുവായ ജമ്മുകാശ്മീരിലെ രാഷ്ട്രീയവും രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറെ വ്യത്യസ്തമാണ്. മെഹബൂബ മുഫ്തി നേതൃത്വം നൽകുന്ന PDPയും ഒമർ അബ്ദുള്ള നേതൃത്വം നൽകുന്ന നാഷണൽ കോൺഫറൻസുമാണ് മുഖ്യ എതിരാളികൾ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മെഹബൂബ മുഫ്തിയും BJPയും സഖ്യമായി മത്സരിച്ചു. 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ ജമ്മു മേഖലയിലെ 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയിക്കാൻ BJPക്കായി. ശ്രീനഗർ മേഖലയിലെ ബാരാമുള്ളയിൽ മെഹബൂബ മുഫ്തിയുടെ PDP വിജയിച്ചു. ശ്രീനഗറും അനന്ത്നാഗും ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസും നേടിയെടുത്തു. തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംയുക്തമായി മത്സരിച്ച PDPയും BJPയും ഭരണം നേടിയെങ്കിലും നീണ്ടു നിന്നില്ല. ഇരുവരും പിണങ്ങിപ്പിരിഞ്ഞതിനു പിന്നാലെ നിത്യശത്രുവായ നാഷണൽ കോൺഫറൻസുമായി PDP സഖ്യമുണ്ടാക്കി. സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കുന്നതിന് തൊട്ടുമുമ്പ് BJP നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ഗവർണർ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. നിലവിൽ സർക്കാരില്ല. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ കാശ്മീരികളെ ബുദ്ധിമുട്ടിക്കുന്നു. കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ ചട്ടം എടുത്തുമാറ്റാനുള്ള BJP താൽപര്യം കൂടുതൽ പ്രക്ഷോഭങ്ങളാണ് സംസ്ഥാനത്തുണ്ടാക്കുന്നത്. ഇതിനിടയിൽ രാജ്യത്തെ ഞെട്ടിച്ച് പുൽവാമ സ്ഫോടനവും ഉണ്ടായതോടെ കാശ്മീർ യുദ്ധമേഖലയായി മാറി. സ്കൂളുകളും ഓഫീസുകളും അടഞ്ഞു. ബങ്കറുകളിൽ അഭയം തേടേണ്ട ഒരു ജനതയായി കാശ്മീരികൾ മാറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത് പ്രതിഫലിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി.